ഞാനിപ്പോൾ പോകുന്നത് ബിസ്ട്രോ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ്, ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. അത് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത് ഇവിടെ വർക്ക് ചെയ്യുന്നൊരു ഒരു പുള്ളി എനിക്കൊരു ചെറിയൊരു ഇൻ്റർവ്യൂ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ഇതിൻ്റെ മെനു കാണാം. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഇവിടെ ഉണ്ട് കേട്ടോ. അതേ മസാല ദോശയുണ്ട്, ഡക്ക് കറിയുണ്ട്, എല്ലാത്തിനും പ്രൈസ് ഇവർ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും വലിയ എമൗണ്ടൊന്നും കാണുന്നില്ല ഇവിടത്തെ സംബന്ധിച്ച്. അപ്പം എല്ലാ ഫുഡും ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള എല്ലാത്തരം ഫുഡ് ഇവിടെ അവൈലബിളാണ്. അപ്പം ഞാനങ്ങനെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് കയറാൻ പോകാൻ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് കൂടുതലൊന്നും ഓർഡർ ചെയ്യാൻ പോകുന്നില്ല. നമ്മുടെ അകം കാണിച്ചു തരാം കേട്ടോ. ദേ ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇത് ഇവിടുത്തെ കിച്ചണാണേ, ഓപ്പൺ കിച്ചൺ പോലെ. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുക. അതായത് ഞാൻ കയറി വരുന്ന ഡോറിൻ്റെ അടുത്ത് തന്നെയാണ്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഈ കിച്ചൺ കണ്ടുകൊണ്ടാണ് കയറുന്നത്. അപ്പോൾ നോർമലി ഇവിടെ കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്, ഒത്തിരി അല്ല, അത്യാവശ്യം തിരക്ക്. അവിടെ ഇന്ത്യൻസും കൊറേഷ്യൻസും ഒക്കെ വരുന്നതാണ്. അപ്പോൾ ദേ ഇവരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഞാനിവിടെ വന്നതിന് ശേഷം ഇത് രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത്. ஹாய், உங்களோட பேர் என்ன? தினேஷ். இங்கே வந்துட்டு எவ்வளோ நாள் ஆயிடுச்சு கொரேஷியா? 7 years. எப்படி உங்களோட எக்ஸ்பீரியன்ஸ் ரெஸ்டாரண்ட் ஃபீல்டு எப்படி இருக்கும்? வெரி குட் எக்ஸ்பீரியன்ஸ். நல்ல எக்ஸ்பீரியன்ஸா? இங்கே வந்து இந்த ரெஸ்டாரண்ட் ஃபீல்டு அதர் ஒர்க்கர்ஸ்னு எவ்வளோ ஹெல்ப் பண்ணும்? ஐ மீன் இப்போ விசைக்கு அப்ளை பண்ணியா கிடைக்குமா? அவருக்கு எவ்வளோ சேலரி கிடைக்கும்? அது ரிஸ்கா, மோர் ஒர்க்கு നിങ്ങൾക്ക് கூடுதலா, அப்படி ஏதாவது பிரச்சனை உங்களுக்கு தெரியுமா? ஈஸி ஒர்க்கா இங்கே? அப்படி சொல்ல முடியாது, எக்ஸ்பீரியன்ஸ். எக்ஸ்பீரியன்ஸா? ஓகே. சேலரி எவ்வளோ பர் அவர் சேலரி உங்களுக்கு? No, it's depend on basic salary. Basic salary. Okay. Then accommodation, included accommodation? Depend on the company, how they provide accommodation, food and like this. Okay. நீங்கள் ஹாப்பியா இங்கே வேலை எல்லாம்? ஓகே. ஓகே, ஃபைன். தேங்க்யூ. தேங்க்ஸ். பை. ഞാനിപ്പം നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ, ഞാൻ ഇന്നാളും ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വന്നിരുന്നു കേട്ടോ. അന്ന് എനിക്കും ഇവിടെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ആരോടൊന്നും ചോദിക്കാനും പറയാനും പറ്റിയില്ല. അപ്പം ഞാനിവിടെ പുള്ളി ഒരു 7 വർഷമായിട്ട്, ഞാനിപ്പോൾ ഒരു നമ്മുടെ ചെന്നൈയാണ്, പുള്ളി തമിഴാണ്. അപ്പം ഞാൻ പുള്ളിയോട് സംസാരിച്ചു, ഈ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്ത് അവർക്ക് എന്തോരം ഗുണമുണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അത്യാവശ്യം അവർക്ക് അക്കോമഡേഷൻ ഫ്രീ, പിന്നെ അതിന് എല്ലാ വർക്കും വലിയ ഹാർഡ് വർക്കും ഒന്നുമല്ല, നോർമൽ ജോബാണ്. അങ്ങനെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ പിന്നെ 7 വർഷമായിട്ട് ഇവിടെ നിൽക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ ജനറൽ വർക്കേഴ്സിന് നമുക്ക് ഇവിടെ ഗുണം ചെയ്യും. ഇവിടെ ഒത്തിരി പേരുണ്ട്, അങ്ങനെ ദൂരം പേരാണെന്നറിയാം, ഇന്ത്യൻസ് ഇപ്പോൾ ഒത്തിരി കയറി വരുന്നുണ്ട്. അപ്പം നിങ്ങളും കൂടി ട്രൈ ചെയ്യുക. നമ്മുടെ വന്നാൽ നമ്മൾ വിചാരിക്കുന്നത് ഏതേ രാജ്യം, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് കൊറേഷ്യൻ. അപ്പം ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന അവരോട് ഞാൻ ചോദിക്കാൻ കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുമെങ്കിൽ നിങ്ങൾക്കത് ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചുള്ള പേപ്പർ വർക്കും ചെയ്യാമല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.